എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്ന കുറ്റം സമ്മതിച്ച് ബന്ധു. ഇന്നലത്തെ ചോദ്യം ചെയ്യലാണ് കുറ്റം സമ്മതിച്ചത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെയും ആലുവ ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, പ്രത്യേക സംഘം ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘത്തിൽ ആരൊക്കെയുണ്ട്? ഒപ്പം കുറ്റം സമ്മതിച്ചു ഈ ബന്ധു എന്നറിയുന്നു. അപ്പോൾ ഇനി ആ കേസിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ്? വീണ, ഇന്നലെ രാവിലെയാണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഒപ്പം മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു കസ്റ്റഡിയിൽ. ഇവരെ 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തു. അതിനുശേഷം മറ്റ് 2 പേരെയും വിട്ടയക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയുമായിരുന്നു. ഇന്നലെ രാത്രി വളരെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. അതിൽ ഈ ബന്ധു കുറ്റം സമ്മതിച്ചു എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അറസ്റ്റിലേക്ക് കടക്കും എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധന നടത്തും. അതിനുശേഷമാവും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഏറെ അത്ഭുതപ്പെടുത്തുന്ന, ഇല്ലെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും തിരുവാങ്കുളത്തെ ഇവരുടെ അച്ഛൻ്റെ വീടിന് സമീപത്തും മറ്റുമുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ പോലും ഇപ്പോഴും ഇത് ശരിയാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം അത്രയ്ക്കും അടുപ്പത്തോടെ ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതിലുപരി ഈ സംസ്കാര ചടങ്ങുകളിലടക്കം വളരെ വിങ്ങലോടെ, അത് ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നത് ഉൾക്കൊള്ളാൻ ഏവർക്കും പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇന്ന് അമ്മയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ഊർജിതമാണ്. ഇന്ന് കോടതിയിൽ അതിൻ്റെ അപേക്ഷ പരിഗണിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി അതിനുശേഷം തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം തന്നെ വളരെ വിശദമായ ചോദ്യം ചെയ്യലും വേണ്ടി വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ അംഗനവാടിയിൽ നിന്നും കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ആലുവ വഴി ഇവരുടെ നാട്ടിലേക്ക് എത്തുകയും അവിടെ പാലത്തിൽ നിന്നും കുട്ടിയെ താഴേക്ക് എറിയുകയുമായിരുന്നു. അത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ മൊഴികളായിരുന്നു ആദ്യം പോലീസിന് മുമ്പിൽ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത്. അതുതന്നെ വലിയ രീതിയിൽ ഇതിൻ്റെ അന്വേഷണത്തിലെല്ലാം കുഴയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ മറ്റ് സാഹചര്യ തെളിവുകൾ കൂടി ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുഴയിൽ രാത്രി തിരച്ചിൽ നടത്തി. നമുക്കറിയാം, ഏതാണ്ട് 8 മണിക്കൂറിലധികം നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. അതിന് ശേഷം ആണ് അതുവരെയും ഈ അമ്മ പറഞ്ഞ മൊഴി തെറ്റായിരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിയെ അപായപ്പെടുത്തിയിട്ടില്ല എന്നൊരു പ്രതീക്ഷ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെ 2:30 മൃതദേഹം കിട്ടുകയായിരുന്നു. അതിനുശേഷമാണ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് പുത്തൻകുരിശ് പോലീസ് എടുത്തിരുന്ന കേസ് അങ്ങനെ കൊലപാതകം നടന്നത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് ചെങ്ങമനാട് സ്റ്റേഷൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയായിരുന്നു. തുടർന്ന് അമ്മയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കാക്കനാട് വനിതാ സബ് ജയിലിലാണ് ഇപ്പോൾ അമ്മയുള്ളത്. അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഇത്തരം വളരെ നിർണായകമായ വിവരം ലഭിക്കുന്നത്. ഈ സമയത്ത് അമ്മയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പുത്തൻകുരിശ് ഡിവൈഎസ്പി, ആലുവ ഡിവൈഎസ്പിയും റൂറൽ എസ് പി അടക്കമുള്ളവരവിടേക്ക് എത്തുകയും അമ്മയുടെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആരായുകയും ചെയ്തിരുന്നു എന്നതാണ് അറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും കോടതിയിൽ ഹാജരാക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ അമ്മയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ബന്ധു, ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്ന ബന്ധുവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കണം. അത് കഴിഞ്ഞാൽ അയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ കേസിൻ്റെ മറ്റ് കുരുക്കുകളെല്ലാം അഴിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇത് ഏതാണ്ട് 1 വർഷത്തോളം തുടർച്ചയായി പീഡനം നടന്നിരുന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റുമുള്ള ഡോക്ടർമാരുടെ ഒരു അനുമാനം. അത് സംബന്ധിച്ച് എത്രത്തോളം കാര്യങ്ങൾ പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട് ഈ ബന്ധു എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് പോലീസിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ എന്നത് സംബന്ധിച്ചും എല്ലാം തന്നെ വളരെ വിശദമായ ഒരു വിശദീകരണം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാം. എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയോടുകൂടി കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടുകൂടി ഈ ബന്ധുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലും ഹാജരാക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. വീണ, ഓക്കെ, ശരി സുധീഷ്.